ഇക്കാടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അന്നത്തെ നോമ്പുറ എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് കുറച്ച് ഇലയപ്പം ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇലയൊക്കെ പിച്ചി, അപ്പോൾ ഇലയും കൊണ്ട് ഇവിടെ ഒരാൾ കുണിഞ്ഞു കുണിഞ്ഞു പോകുന്നതാണെന്നോ നിങ്ങൾ, അത് ചോദിച്ചിട്ടൊന്നും തന്നില്ല. ഞാൻ വിചാരിച്ചു ഓഹോ അതിൻ്റെ കാര്യം ഒരു തീരുമാനമായെന്നാണ്. പക്ഷേ ആൾ നശിപ്പിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അപ്പോഴേ പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പായും എൻ്റെ ഇക്കായും ശർക്കര വെച്ച ഇലയപ്പമാണ് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം. പിന്നെ എൻ്റെ ഇക്ക ഏത്തപ്പഴം വെച്ച ഇലയപ്പം കഴിക്കാറേയില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ശർക്കര വെച്ച്, വാപ്പാക്ക് കുറച്ച് പഴം വെച്ച്, ഞങ്ങൾക്ക് പഞ്ചസാരയും പഴവും വെച്ചു. അങ്ങനെ 3 സെറ്റായിട്ടാണ് ഉമ്മ ഇലയപ്പം ആക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായ എന്ത് ചെയ്യാനാ, കുറച്ച് പാട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ കയ്യുറട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആദ്യം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന വേറൊന്നുമല്ല, എന്നെ അവിടെ ഇരുന്ന് നോക്കി ദഹിപ്പിക്കുകയായിരുന്നു ഗൈസ്. ഞാൻ ദഹിക്കുമോ ഇല്ല, അത് ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ റാശിലായ രണ്ട് കുത്ത് കൊഞ്ചിക്കലൊക്കെ കൊഞ്ചിച്ചിട്ട് ഞാൻ നേരെ അരിയുറട്ടിലല്ലോ കൈയുറട്ടി ചുടാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉമ്മ വയ്ക്കുന്ന ടേസ്റ്റ് ഞാൻ വെച്ചിട്ട് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അന്നും കുറച്ച് പ്രിപ്പ് ഐറ്റംസ് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ജ്യൂസും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വാപ്പായ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഇക്ക പോയിട്ടില്ലായിരുന്നു. നല്ല തലവേദനയായിരുന്നു ഇക്കാക്ക്. സോ അതുകൊണ്ട് ഇക്ക പോയിട്ടില്ലായിരുന്നു. പിന്നെ നമസ്കാരം ഓതലെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരാൾക്ക് നടക്കാൻ പോകണം, നാക്കാൻ പോവാ അങ്ങനെ ഞങ്ങൾ മോളെ കൊണ്ട് കുറച്ച് നേരം നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു.